എന്റെ മോനെ, ധൈര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ധൈര്യം. നല്ല ചങ്കൂറ്റമുള്ള പുലിക്കുട്ടി. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇസ്രായേലിലേക്ക് പുറപ്പെട്ട മായിൻ എവിടെയാണെന്ന് നമ്മൾ തിരക്കുകയാണ്. ഇസ്രായേലിലേക്ക് പുറപ്പെട്ട മായിൻ എവിടെയാണ്, എന്തു പറ്റി? ആളുകൾ ആശങ്കയോടുകൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചെക്കൻ ഇസ്രായേലിൽ നിന്നും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള മാഹിൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിലെ ജെറുസലേമിലുള്ള ഏറ്റവും പ്രശസ്തമായ, അവിടുത്തെ മുസ്ലിമീങ്ങളും ജൂതനും ഒക്കെ ഒത്തുകൂടുന്ന വിലാപ മതിലിന്റെ അടുത്തു നിന്നാണ് ഹിറ്റ്ചേക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന അഡ്വഞ്ചറസ് ബ്ലോഗറായ മായിൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോയ്ക്ക് മാഹിൻ കൊടുത്ത ക്യാപ്ഷൻ ഇങ്ങനെയാണ്: പടിഞ്ഞാറൻ ചുവരിൽ ഞാൻ ചേച്ചിക്കായി കാത്തിരിക്കുന്നു, ദയവായി ആരെങ്കിലും അറിയിക്കുക. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എന്റെ ഒരു മോഹമാണ്. ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി, ഞാൻ കുറെ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരൂ, ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എന്റെ 2 കരണവും ഞാൻ തരാം. കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ചെക്കന്റെ ധൈര്യം? ജെറുസലേമിൽ ഇരുന്നു കൊണ്ട് ജൂതന്റെ പണം പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഈ വർഗീയവാദിയായ ഈ ഒരു സ്ത്രീ ജെറുസലേമിലെ വിലാപ മതിലിനടുത്ത് വന്നു കഴിഞ്ഞാൽ മായിന്റെ കരണക്കുറ്റി അടിച്ചു പോയിക്കുക എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ വർഗീയവാദിയായ സ്ത്രീയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നല്ല 1-ാം തരം പുലിക്കുട്ടിയായി ചങ്കൂറ്റത്തോടുകൂടി അതേ വിലാപ മതിലിനടുത്ത് വന്ന് മായിൻ കൊടുത്ത ആ മറുപടി അതൊന്നൊന്നര മറുപടിയായിരുന്നു. മാഹീൻ എന്നുള്ള ഒരു പേരുള്ള ഒരു സുഡാപ്പി കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിൽ കാലുകുത്തി. ആ സുഡാപ്പി മാഹീൻ എന്ന് പറയുന്ന ചെറ്റയെ ഞാൻ സത്യത്തിൽ യെരുശലേമിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവന് യെരുശലേമിൽ വല്ലതും ലൈവ് ചെയ്യുന്നത് വല്ല ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവന്റെ കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തോ ഈ സുഡാപ്പി മാഹീൻ 7 ദിവസമായിട്ട് അവന്റെ അനക്കമൊന്നും കാണുന്നില്ല. ഇസ്രായേലിൽ വന്ന ആദ്യത്തെ ഒരു ദിവസം അവൻ കാലുകുത്തിയ ആദ്യത്തെ ദിവസം 1-2 വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അവനെക്കുറിച്ച് ഒരനക്കവും തന്നെ ഇല്ലാന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീഡിയോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കണ്ടിരുന്നു. അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തുന്ന ആ ദിവസം തന്നെ ഞാൻ അവന്റെ വീഡിയോ കണ്ടിരുന്നു, ഈ സുഡാപ്പി മാഹീന്റെ. അപ്പോൾ ഞാൻ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയതാണ്, ഇവൻ യെരുശലേമിൽ എന്തായാലും കാലുകുത്താതിരിക്കത്തില്ല. കാരണം ഇവൻ വിലാപ മതിലില് ഷൂട്ടിങ് ചെയ്യാൻ വരും. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആണ് യെരുശലേമിൽ വിലാപ മതിൽ എന്ന് പറയുന്നത് തന്നെ. വെയിലിംഗ് വോൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ വരും. അങ്ങനെയാണെങ്കിൽ ആ ഷൂട്ടിംഗ് ചെയ്ത് അവൻ അതെ റബ്ബി സ്വീഗോഗനെ ബ്രൂട്ടലി കൊന്നുകളഞ്ഞു. ഇന്നലെ ദുബായിൽ നടന്ന സംഭവമാണ് ഞാൻ പറയാം. ഈ മാഹീൻ എന്ന് പറയുന്ന സുഡാപ്പി ചെറ്റ അവൻ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിൽ വന്ന് കാലുകുത്തിയപ്പോൾ തന്നെ ഇവൻ സത്യം പറഞ്ഞാൽ സുഡാപ്പിയാണ്, തീവ്രവാദിയാണ് എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല. കാരണം ഇവൻ ഒരു നിഷ്പക്ഷനായ ഒരു ബ്ലോഗർ ആകുമ്പം അവൻ നിഷ്പക്ഷനായിട്ട് കാര്യങ്ങൾ പറയേണ്ടവനാണ്. പക്ഷേ അവൻ സുഡാപ്പി പ്രീണനം മൂത്തിട്ടാണ് പല വ്ലോഗുകളും ചെയ്യുന്നത്. അവൻ താലിബാനിൽ ചെന്നപ്പോൾ താലിബാൻ ഇവന് വിസ്മയം, താലിബാൻ ഭയങ്കര വിസ്മയം. താലിബാനിലെ ഇപ്പം നടത്തുന്ന തീവ്രവാദികളെല്ലാം തന്നെ ഭയങ്കര സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞ് കമന്റ് ഇട്ട് തള്ളിമറിച്ചവനും വീഡിയോ ചെയ്തവനുമാണ്. അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തിയ ആദ്യത്തെ ദിവസം തന്നെ അവനൊരു വീഡിയോ ചെയ്തിരുന്നു. അവൻ എയർപോർട്ടിൽ നിന്നും ഇറങ്ങുന്നതുമായി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് ഞാൻ അവൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആൾ മാഹീൻ സുഡാപ്പി എന്ത് ചെയ്തിട്ടുണ്ട്. അവനൊരു വ്ളോഗറാണ്, ഒരു വ്ളോഗറാണ് മാഹീൻ സുഡാപ്പി. അവൻ ഇസ്രായേലിൽ എത്തി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചതാണ്, എന്തായാലും ഇവൻ വ്ളോഗ് ചെയ്യാൻ യെരുശലേമിൽ വരും. അങ്ങനെ ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. പിന്നത്തെ കാര്യം പിന്നെ ഞാൻ എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം, അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ കൊറോണ അടിച്ച് പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമായിരുന്നു.
അപ്പോ മൈന ആ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട്, ഓൾറെഡി ജെറുസലേമിൽ വന്ന് ആ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് പോയ പുള്ളിക്കാരനാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രമാണ് നമ്മുടെ മായിൻ എന്ന പുലിക്കുട്ടി ഇവിടെ വന്നത്. അതും ഈ വർഗീയവാദിയായ സ്ത്രീയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മാഹിൻ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. പക്ഷേ ഇസ്രായേലിലെ ജൂതന്മാരെക്കാളും കൂടുതലും അപകടകാരികൾ ആ ജൂതന്മാരുടെ പണം പറ്റിക്കൊണ്ട് ജീവിക്കുന്ന അവിടുത്തെ മലയാളികളാണ്. അവന്മാരാണ് ഏറ്റവും കൂടുതൽ അപകടകാരികൾ. അവരാണ് മായിനെ പലപ്പോഴായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ കടന്നാക്രമിച്ചത്. മായിൻ ഒരു സുഡാപ്പിയാണെന്നും തീവ്രവാദിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുകയുണ്ടായി. മായിൻ ഇപ്പോൾ നിൽക്കുന്നത് ഇസ്രായേലിലാണ്. യുദ്ധഭീതി കാരണം എല്ലാവരും ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ യുദ്ധഭീതിയിലാണ് മായിൻ ഇസ്രായേലിലേക്ക് കയറി ചെന്നത്. അപ്പോൾ തന്നെ നമുക്ക് മായിന്റെ ചങ്കുറപ്പും ധൈര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല മായിൻ ഒരു മുസ്ലിം ആയിരുന്നു. പോരാഞ്ഞിട്ട് ഫലസ്തീന് എപ്പോഴും പിന്തുണ പ്രഖ്യാപിക്കുന്ന, ഫലസ്തീന് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇത്തരത്തിൽ എപ്പോഴും ഫലസ്തീന് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച മുസ്ലിമായ മാഹിൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനാണ് ഇസ്രായേലിലേക്ക് കയറി ചെന്നത്. പക്ഷെ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് മായിൻ പോകണ്ട എന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിൽ നോക്കുമ്പോൾ അവർ പറഞ്ഞതും ശരി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മായിന് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇസ്രായേലിൽ നേരിടേണ്ടി വന്നത്. നോക്കൂ, മായിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരു 26-27 വയസ്സ്, അതുമല്ലെങ്കിൽ ഒരു 30 വയസ്സ്. അത്രയും വയസ്സ് മാത്രം പ്രായമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു പ്രായത്തിലും ഈ ചെറുപ്പക്കാരൻ കാണിക്കുന്ന പക്വതയും ധൈര്യവും ആത്മവിശ്വാസവും അത് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ്. മായിന്റെ ധൈര്യം എന്താണെന്നുള്ളത് നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാണ്. പെട്ടെന്ന് അങ്ങനെ ആരും കയറി ചെല്ലാത്ത, വളരെയധികം ഭയപ്പാടുകൂടെ കാണുന്ന അഫ്ഗാനിസ്ഥാനിലെയും താലിബാനിലെയും ഓരോ ആളുകളെയും പ്രദേശങ്ങളെയും ക്യാമറയിൽ പകർത്തി നമ്മുടെ ലോകത്തെ മൊത്തം കാണിച്ചു തരികയാണ് മാഹിൻ. അതോടുകൂടി തന്നെ മായിൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ധൈര്യം മലയാളികൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. മായിനുമായി ബന്ധപ്പെട്ട് മായിൻ ഒളിച്ചോടിപ്പോയെന്നും മായിൻ തീവ്രവാദിയാണെന്നും മായിനെ ഇസ്രായേൽ പട്ടാളം പിടിച്ചുകൊണ്ടുപോയെന്നും ഇങ്ങനെയുള്ള പച്ചയായ നുണകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സംഘികളും ത്രിസംഘികളും ജൂതന്മാരുടെ പണം പറ്റി ജീവിക്കുന്ന കുറെ മലയാളികളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി. മായിനെ കുറിച്ച് ഈ സമയങ്ങളിലൊക്കെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം മായിൻ ഇസ്രായേലിലേക്ക് വന്നിറങ്ങിയതിനു ശേഷമുള്ള 2 വീഡിയോകൾ പെട്ടെന്ന് യൂട്യൂബിൽ നിന്നും കാണാതാവുന്നു. പിന്നീട് എല്ലാവർക്കും വീണ്ടും ആശങ്കയായി. മാഹിൻ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരു വ്യക്തതയില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വീഡിയോകൾ നീക്കം ചെയ്യുമ്പോൾ മായിൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുമോ, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന് ആളുകളൊക്കെ ആശങ്കപ്പെടാൻ തുടങ്ങി. എന്നാൽ അവസാനം ഹൈഡ് ചെയ്ത ആ 2 വീഡിയോകളും വീണ്ടും പബ്ലിക്കാക്കിക്കൊണ്ട് എല്ലാ സംഘികൾക്കും ത്രിസംഘികൾക്കും വർഗീയവാദികൾക്കും മറുപടി എന്നോണം മായിൻ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നു.